ഹായ് ഡിയേഴ്സ്, ഇവിടെ ഞാൻ 2 കൊച്ചു ചുമന്നുള്ളിയും ഇച്ചിരി കടുകും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ് ഗൈസ്. ഇവിടെ ഞാൻ ചെറിയൊരു സംഭവമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. ചെറുതായിട്ട് പൊട്ടിയാൽ മതി. ഓരോന്ന് കാണിച്ചു തരാം ഗൈസ്. ഇത് ഏത്തപ്പഴം നുറുക്കിയത്, ഇത് നമ്മുടെ പച്ചച്ചിങ്ങൻ നുറുക്കിയത്. അത് വലുതായിട്ടിരിക്കണം കേട്ടോ. അതായത് ഉണ്ട്, വലിയ കഷ്ണം വേണം. പഴം പ്ലങ്ങായിപ്പോവും. ഏത്തപ്പഴം പക്ഷേ ചെറിയ കഷ്ണമാക്കുക. അതിന് ഇച്ചിരി ദശക്കട്ടി കൂടുതലാണ്. പിന്നെ ഇച്ചിരി ശർക്കര ചിരണ്ടിയത്, പിന്നെ ഏലയ്ക്ക, പിന്നെ നമ്മുടെ തേങ്ങ. അപ്പം ഞാനൊരു മാജിക്കുകൾ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു അന്തവും കുന്തവും ഒന്നും കാണൂല ഗൈസ്. ഇതിൽ ഞാൻ ചുമന്നുള്ളി ഇടും. ചുമന്നുള്ളി ഇട്ടാലേ അതിനൊരു വെറൈറ്റി മണം കിട്ടൂ. ഇത് പലരും ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ചുമന്നുള്ളി ഇടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കൈ വെച്ച് ഇതൊക്കെ ചെയ്യുന്നതാണ് ഗൈസ് നല്ലത്. ചുമ്മാതിട്ട് എന്നിട്ടേ നമുക്ക് ഈ ശർക്കര ഇച്ചിരി ഇടുന്നുള്ളൂ മധുരം. ഒരുപാട് ഇട്ടുകൂടാ ഗൈസ് മധുരം. നമുക്ക് ഏലക്കായും കൂടെ ഇട്ട്, അപ്പോൾ ഈ പാത്രത്തിൽ ശർക്കരയും ഏലക്കയൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ടിളക്കാം. അത് കൈ വെച്ച് ഇളക്കാൻ പറ്റൂല, അതുകൊണ്ട് കരണ്ടി വെച്ച് തന്നെ ഇളക്കണം. കൈ പൊള്ളിക്കല്ലേ. നിങ്ങൾ കൈ പൊള്ളിച്ചാലേ നിങ്ങൾക്ക് വീണ്ടും യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോ ഇടാൻ പറ്റുമോ? ചെറുതായിട്ടൊന്നാക്കി അത് തേങ്ങാപ്പാലും തേങ്ങയും ഒന്നും ഇട്ട് കരിക്കല്ലേ ഗൈസ്. ഇത് എൻ്റെ കണ്ടുപിടുത്തമാണ്, എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ തോന്നലുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യാം. അപ്പോഴേ നമുക്ക് ഏത്തപ്പഴം എടുത്ത് അതിനകത്ത് ഇടാം ഗൈസ്. പലരും നെയ്യിലാണ് ഇതുണ്ടാക്കുന്നത്, പക്ഷേ എനിക്ക് നെയ്യും ഡാഡിക്കും ഒന്നും ഇഷ്ടമല്ല ഗൈസ്. നെയ്യ് ഇഷ്ടമല്ല. ഇവിടെ ആണെങ്കിൽ തോനെ ഏത്തപ്പഴവും പഴവും ഒക്കെ ഇരിക്കുന്നു. നന്നങ്ങ് പഴുത്ത്. അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്ത് മുതലാക്കാം. എൻ്റെ കൈയുടെ നരമ്പ് പൊങ്ങിയിരിക്കുന്നുണ്ടോ? എനിക്ക് കുറച്ച് തേങ്ങയും കൂടെ നമുക്കിടാം. തീ കുറച്ച് വെച്ചേക്കണേ. അഭ്യാസക്കളരികൾ കാണിക്കുമ്പോൾ തീ കുറച്ച് വെക്കുക. ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്യാൻ മീൻസ് ഇളക്കുക. ഒന്ന് ഇളക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമ്മൾ മധുരം കുറച്ചെങ്കിലും ഇതിനകത്ത് ആ കൊച്ചുള്ളി മൂത്ത മണം ഉണ്ടല്ലോ ഗൈസ്, അപാര മണമാണ്. കടുകും കൂടെ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. ലാസ്റ്റ് പഴം ഇടണം. പഴം ഇട്ടാൽ പഴത്തിൻ്റെ അടുത്ത് കളിയൊന്നും നടക്കില്ല. പഴത്തിൻ്റെ പേര് പോലെ തന്നെ പഴമാണ്. അത് ഇച്ചിരി കട്ടിക്കൊക്കെ ഇട്ടില്ലെങ്കിൽ വിവരം അറിയുക. അതല്ല അവിടെ ഗൈസ് കുഴയും. ഓക്കെ, അവിടെ ഇരുന്ന് ആവി കയറട്ടെ ഗൈസ്. ഒന്ന് ആവി കയറ്റണം. പഴമൊക്കെ വേവണ്ടേ. ആവി കയറുക മീൻസ് ചെറുതായിട്ട് ഇങ്ങനെ തന്നെ ഇളക്കിയാൽ മതി. ഇത് വലിയ ദശക്കട്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കുക. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടേ ജസ്റ്റ് ആ കടുകൊന്ന് പൊട്ടാനും ചെറിയ ഉള്ളി 2-3 ചുള മാത്രം, അതൊന്ന് അനങ്ങാൻ വേണ്ടി മാത്രമാണ് ഗൈസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ആവി ഇതങ്ങ് തമിഞ്ഞോളും. ഇങ്ങനെ മധുരമാവും. ഇനി നമുക്ക് ഇത്ര തേങ്ങയും പഞ്ചസാര ഇട്ടാൽ അത്രയും ടേസ്റ്റാണ് ഗൈസ് കേട്ടോ. പച്ചവെള്ളമൊന്നും കോരി ഒഴിക്കല്ലേ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ശകലം പഞ്ചസാരയുടെ ശകല ഉപ്പും ഇടും. ഉപ്പ് ഇങ്ങനെ തന്നെ ഞാൻ എടുത്ത് കഴിച്ചപ്പോഴേ ഭയങ്കര മധുരം.
ബിക്കോസ് നമ്മുടെ ഉപ്പ് നീരാണ് കുടയുന്നത് കേട്ടോ. ഉപ്പ് നീര് ഒരുപാടല്ല, ഇതിലെല്ലാം ഒന്ന് പിടിക്കാനുള്ള നീര് കുടഞ്ഞതാണേ. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി പഞ്ചസാര ഇടണമെന്ന് വിചാരിച്ച് നടക്കത്തില്ല, അതാ ഭയങ്കര മധുരം. മീൻസ് ആ പഴം അന്നാ പഴുത്തായിരുന്നു. ഏത്തപ്പഴം പഴുത്ത് തേങ്ങാപ്പീരിക്ക് ഒരു മധുരമുണ്ട്, സ്വാഭാവിക മധുരം, നാച്ചുറലായിട്ടുള്ള ശർക്കരയുണ്ട്. ശർക്കര ഇടയ്ക്ക് കഴിക്കാം. ബാക്കിയുള്ള ചീവി ഇട്ടതിനെ കൂടാതെ 2 കൊച്ചി കഷ്ണങ്ങളും ഉണ്ടായി. അപ്പോൾ ഗൈസ് ഇത് ചൂടാവട്ടെ. ഓക്കെ ഗൈസ്, ഇതിപ്പം മൈൽഡായിട്ടുണ്ട്. മീൻസ് ഒന്ന് വഴണ്ടാണൊക്കെ പഴമല്ലേ, പഴം നല്ലതുപോലെ ആയിട്ടുണ്ട് ഗൈസ്. പഴവും ഏത്തപ്പഴവും ഇതിലേക്ക് ഞാൻ ഇങ്ങോട്ട് പിടിച്ച ക്യാമറയും അപ്പോൾ പിന്നെ എന്ത് കയറും, ആവി കയറും ഗൈസ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പപ്പടമാണ്. ഒരു പപ്പടം പൊരിക്കുക, ഇങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടങ്ങ് അലങ്കരിക്കണം. അലങ്കരിക്കുമ്പോൾ എന്നാ കിട്ടുന്നേ, നമുക്കൊന്ന് കറുമുറ് കഴിക്കും. കറുമുറയാവാനാണ് ഇത് പൊരിച്ചത്. കൂടുതലിട്ട് പൊട്ടിച്ചൊന്നും ചെയ്യണ്ട, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ഇളക്കുക. കറുമുറ എണ്ണ ഇരിക്കും. അതിനെ ഒരുപാട് നേരം വെച്ചിരുന്നാൽ കറുമുറ മാറിയിട്ട് ഇതിൻ്റെ ഈ പഴത്തിൻ്റെ ഈർപ്പം പിടിക്കും. അപ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞു ഗായ്സ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇനി നമ്മൾ ഈ പപ്പടം പൊടിച്ച പാത്രത്തിലോട്ട് തന്നെ വിളമ്പും. നല്ല ടേസ്റ്റ്. ഇപ്പോഴും ചൂടിനകത്ത് ഇനി ഇരിക്കുകയാണ് ഗൈസ്. ചൂടുള്ള ഇത് ഓഫാക്കട്ടെ. നമ്മളെ നോൺ സ്റ്റിക്കിനകത്ത് ഇനി ഇരിക്കുകയാണ്. അങ്ങനെയുള്ള പാത്രം ചൂട് കെട്ടിയുള്ളത് കാരണം നല്ലൊരു ചൂട് അതിൽ നിലനിൽക്കും. ആവി ഇങ്ങനെ കാണുന്നുണ്ടോ? ആവി കാണാൻ പറ്റൂല, പുകയായിട്ട് കാണാം ഗൈസ്. ഇത് നല്ല ടേസ്റ്റിയാണ്. പഴത്തിൻ്റെയൊക്കെ ഒരു മണം വരുന്നുണ്ടോ? പക്ഷേങ്കിലേ ഗൈസ്, നെയ്യിലാണെങ്കിൽ 7 അയിലത്തടിക്കും. ഇതുകൊണ്ടോ ഡാഡിക്ക് ഒന്ന് കൊടുത്തു നോക്കട്ടെ ഗൈസ്. നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചു. ഡാഡി വഴിക്കൊന്നും പറയൂല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട്. ഗൈസ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു ഡാഡി. ചൂടുണ്ടായിരുന്നു പാവം. ആ ഏത്തപ്പഴം കോരി പഴത്തിനകത്തിട്ട് പിടിക്കാതെ. ഡാഡിക്ക് ഏത്തപ്പഴം കാണാൻ വയ്യ ഗൈസ്. ഇത് ഇവിടെ പിടിപ്പിക്കുകയാണ്. എന്ത് ചെയ്യാൻ, നമ്മളെല്ലാം പ്രായമാകുമ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. വൈ വെക്കൂ, കഴിച്ചു നോക്കൂ. പേടി കൊള്ളാമോ? തലയാട്ടത്തേ ഉള്ളൂ, തല മാത്രമേ ആടൂ. കണ്ടോ എൻ്റെ ഡാഡി നരച്ച്, പാവൻ ഡാഡിയെ. കഴിക്കും ഡാഡി. കണ്ടോ കൊള്ളത്തില്ല, ഇപ്പം എന്നെ അടിക്കും ഡാഡി, ഇല്ലേ ഡാഡി? അപ്പോൾ ഗൈസ് എല്ലാവർക്കും 1000 സൗഖ്യം നേരുന്നു കേട്ടോ.